നമ്മളെ പിള്ളേരെ ഓണപ്പരിപാടിയുടെ ചെണ്ടമേള പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കാണാം. അവരെന്തിനാണ് നോക്കട്ടെ. ഇവിടെ പോയടാ കൊട്ടടേ നല്ല നല്ല കൊട്ട് കെട്ടണങ്ങോട്ട് വന്നു നമ്മൾ. നല്ല കൊട്ട് ക്യാമറ ഉണ്ടപ്പോൾ എല്ലാവരും കൂടുന്നറേ. ഉമ്മാരൊക്കെ എല്ലാവരും വിഷമം ക്യാമറ ഉണ്ടപ്പോൾ അല്ലേ വാസു? ഓടെ ക്യാമറ ഉണ്ടപ്പോൾ അവർക്ക് വിഷമം എല്ലാവർക്കും. അതുകൊണ്ട് കറങ്ങി ഓടി നിൽക്കാൻ എല്ലാം ചെണ്ടോട്ട് മതിയാക്കി പലരും ഓടി. ഹായ്, ഇതാണ് നമ്മുടെ സ്വന്തം നാടല്ലേ? ഇവിടെ കാടായല്ലേ കേട്ടോ. ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? പാമ്പ കൊണ്ടാന്നോ? ഇതിലാരും പോകുന്നുണ്ടല്ലോ. കുഴപ്പമില്ല വാ. വാ വീടൊന്നുമില്ല. അയ്യോ 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 ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഓണാശംസകൾ. ഉത്രാട ദിനമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഞാനും ബസ്സും കൂടെ നമ്മുടെ വീടിനടുത്തുള്ള അവിടെ ഒരു പുരയിടത്തിൽ പൂക്കൾ അവിടെ അവർ കുടുംബശ്രീകളെ കുറച്ച് ചേച്ചിമാർ നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ താഴെയുള്ള സ്കൂളിൻ്റെ താഴെയുള്ള കടവാണ് കേട്ടോ. കട വെച്ചാൽ കെട്ടിയിട്ട് വർഷങ്ങളായി, ഇതുവരെ ഉപയോഗിച്ചിട്ടെന്നാണ് എൻ്റെ പ്രത്യേകത. അതാണ് ഈ കടവിൻ്റെ പ്രത്യേകത. ഒരുപാട് വർഷങ്ങളായി ബോട്ട് വരാനായിട്ട് നമ്മുടെ ഇടവ നടട കായലിലെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നശിച്ച് അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. പിന്നെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ആൾക്കാരൊക്കെ എല്ലാവരും കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ ഇത്തിരി സ്മാടിയും ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണമാർ. അതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ ആരെയും കുറ്റം പറയാം. കയറാ വളി നല്ല താഴ്ചയാണ് അവസ്ഥ. ഒന്ന് വീഴും. എനിക്ക് ചാടാൻ വയ്യ, ഞാൻ ചാടൂല. നീന്താനൊക്കെ മറന്നുപോയി. കുറേ വർഷങ്ങളായി നീന്തിയിട്ട്. ഇങ്ങോട്ടോ ഓണായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നീന്താൻ അറിയാമായിരുന്നു കേട്ടാ. ഇത് കണ്ടാ നമ്മളെ നാട് എങ്ങനെയുണ്ട് ബസ്സൂട്ടാ? വെറുതെ പോയി അറിയാത്ത സ്ഥലങ്ങളിൽ പോയി ഇറങ്ങുകയും ചെയ്യരുത് കേട്ടാ. എന്ത് ഇറങ്ങിയ സംഭവിക്കും, വെള്ളത്തിൽ വീണ് ആള് തട്ടിപ്പോവും. പിന്നെ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. പൂ അടിക്കണം, എന്നിട്ട് അത്തപ്പൂ ഇടണം. അതൊക്കെയാണ് പരിപാടി. നമ്മൾ എല്ലാ വർഷവും 10 ദിവസമാണ് എല്ലാവരും അത്തപ്പൂ ഇടുന്നത്. അപ്പോൾ ആർക്കും സമയമില്ലല്ലോ, എല്ലാവരും തിരക്കിലാണ്. എല്ലാവരും ഉത്രാട ദിനത്തിൽ രാത്രി മാത്രമേ 10 ഇടുന്നുള്ളൂ. പക്ഷേ പിരിവിന് കുറവൊന്നുമില്ല കേട്ടോ. എല്ലാം തകർത്തിയായിട്ട് നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാട്ടും കൂടുതൽ പിരിവുണ്ട്. അത് വിഷമത്തോടെ കൂടി പറയാണ്. പക്ഷേ പരിപാടികളെല്ലാം കുറവാണ്. പിരിവ് നടത്തിയപ്പോൾ എന്ത് ചെയ്യാൻ അറിയാൻ വയ്യ. സാധനമൊക്കെ വിലയായിരിക്കും, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഇല്ല നിർത്താൻ പറ്റില്ല, സോറി. അവിടെ നിന്ന് ഇറങ്ങണ്ട. അവിടെ കണ്ട ആട്ടയെ കടിക്കണ്ട. ഒരുപാടുണ്ടല്ലോ ശങ്കെല്ലാം ഒച്ച്. അവിടെ നിന്ന് ഇറങ്ങണ്ട. ആവശ്യമുള്ള സ്ഥലത്ത് ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കണ്ട. അതിൻ്റെ ഇടയിൽ ചില പാമ്പും ഉണ്ടാവും, നമുക്ക് അറിയില്ല. ആവശ്യമില്ല ഇറങ്ങണ്ട. ഇതാണ് നമ്മൾ പഠിച്ച സ്കൂള്. ഉണ്ടായി ഗവൺമെൻറ് HSS കാപ്പൽ. നമ്മൾ ഇങ്ങോട്ട് വരാറില്ല. ഇതിൽ വഴി പാസ് പോകത്തേ ഉള്ളൂ. ഇങ്ങനെ ആ സ്കൂളിലോട്ടൊന്നും കയറാറുമില്ല. ഫുള്ളടച്ച് ക്യാമറയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. താഴെ കുറച്ച് നല്ല വ്യൂ ഉണ്ട്, അവരെ കാണിക്കാം. അല്ല വാസു? പതുക്കെ 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 കാല് മുറിയും. പതുക്കെ പിടിച്ചിട്ട് വാങ്ങി പിടിക്കുക. അമ്മാതിരി സ്ഥലം നമ്മുടെ പുരയിടം ഉണ്ടോ? ഇത് ഇത്ര കുറച്ചേ ഉള്ളൂ, 4 സെൻറ്റേ ഉള്ളൂ. പിന്നെ കുറച്ച് 10-20 സെൻറ്റ് ചുറ്റവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. കുറച്ചുണ്ട്. ഇവിടെ സ്കൂളിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റാണ്. സ്കൂളിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ഇവിടെ ഒരു പഴയ കടയുണ്ട് കേട്ടോ. പണ്ടത്തെ ലൂലു മാളെന്ന ആൾക്കാർ പറയുന്നത്. നമ്മുടെ കാപ്പ് സ്കൂളിൽ പഠിച്ച എല്ലാവർക്കും അറിയാമായിരിക്കും. അച്ഛനെയും അപ്പൂപ്പനെയും മുത്തച്ഛനെയൊക്കെ അവരാണ് ഈ കട നടത്തിയിരുന്നത്. ഇവിടെ കൊല്ലത്തുനിന്ന് വള്ളത്തിലാണ് കടലിൽ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്. നമ്മളെ കൊച്ചിയിലേക്ക് അവർ മതിയാക്കി, നമുക്ക് ഓർമ്മയില്ല. കടയെ അടുത്ത സമയത്താണ് പൊളിച്ച് മാറ്റുന്നത് കേട്ടോ. ഞാൻ ജോലിക്ക് പോകുമ്പോൾ കാപ്പ് സ്കൂളിനടുത്താണ് അച്ഛൻ്റെ പേരും അപ്പൂപ്പൻ്റെ പേരും വലിയച്ഛൻ്റെ പേരൊക്കെ പറയുമ്പം അവർക്ക് എല്ലാവർക്കും അവരെ അറിയാം. അപ്പോൾ അവർ പറയും പഴയ ലൂലു മോളായിരുന്നാണ് പറഞ്ഞത് പണ്ടത്തെ. ഇവിടെ നമ്മൾ കാപ്പ് സ്കൂളിൻ്റെ ഫ്രണ്ടിലേ അതായത് എല്ലാം കിട്ടുമായിരുന്നു. അതായിരുന്നു ഇവിടുത്തെ പ്രത്യേകത കടയുടെ. ഇപ്പോൾ കടയുമില്ല, ഒന്നുമില്ല, ശൂന്യം. കാടും പിടിച്ച് നാശിച്ച് കിടക്കേ. നമ്മളാരും വരാറുമില്ല കേട്ടോ ഇങ്ങോട്ട്.
ഇപ്പോൾ അതിന് ഒരു തെങ്ങാണ്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം നശിച്ചു പോയി. മതിൽ ഞാൻ ഒരിക്കൽ കയറി വിഷയം വെച്ച് കയറിപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ചരിഞ്ഞ്, അപ്പോൾ അത് പേടിച്ച് അതങ്ങ് ഒഴിവാക്കി. പിന്നെ ആൾക്കാർക്ക് വേസ്റ്റൊക്കെ കൊണ്ട് താഴോട്ടൊക്കെ ഉണ്ട്, ചാക്ക് കണക്കിന് കൂടെ കൊണ്ട് മറിച്ചിരിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അല്ലേ കാണാൻ പറ്റുന്ന അറിവിടാ, ചാക്ക് കണക്കിന് കൊണ്ട് വേസ്റ്റ് കൊണ്ടിരുന്ന സ്ഥലമായി മാറിക്കഴിഞ്ഞു നമ്മളെ ഈ ഏരിയ. നല്ല അടിപൊളി പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എല്ലാവരും എല്ലാ പകൽ മാന്യന്മാരും ചാക്കിൽ ചുരുട്ടി സന്ധ്യയ്ക്ക് പോകുമ്പം ഇവിടെ എറിഞ്ഞിട്ട് പോവുക ചെയ്യുന്നത്. ക്യാമറ ഒന്നും ഇല്ലല്ലോ. ഇപ്പം വീഡിയോ കാണുന്നുണ്ടാവും പലരും, ഈ ചിലപ്പോൾ വേസ്റ്റിട്ട ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും, പക്ഷെ അവരുടെ മനസ്സിൽ കുത്തട്ടെ, മനസ്സിലായ? അതിനുവേണ്ടി ഇട്ടതാണ്, അതിനുവേണ്ടി പറയുന്നതാണ്. എല്ലായിടത്തും വേണ്ട വേസ്റ്റ് കൊണ്ട് മറിച്ചിട്ടുണ്ട് ആവശ്യം പോലെ. സ്വന്തം വീട്ടിൽ സംസ്കരിക്കാവുന്നേ ഉള്ളൂ, ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക് പഞ്ചായത്തിൽ കൊടുക്കാം, കഴുകി ഉണക്കി കൊടുക്കാം, എല്ലാം ചെയ്യാം. അതൊന്നും ആരും ചെയ്യില്ല, ആരും മെനക്കേണ്ട സമയമില്ല. അതാണ് കാര്യം. ഒരു പഴയകാല ഓർമ്മ കൂടി നിങ്ങൾക്ക് കാണിക്കാം. നമ്മൾ സ്കൂൾ പഠിച്ച സമയത്ത് ഇടപാടിലൊരു വയലുണ്ട്. ബസ് ഇറങ്ങണ്ട, ഇറങ്ങണ്ട അച്ഛൻ വരുന്നത്. വയലിൽ നിന്നുള്ള വെള്ളമെല്ലാം മഴ സമയത്ത് ഇതുവഴി വരുന്നത്, ഈ കനാൽ ഈ തോട്ടിൽ കൂടെ ഇങ്ങനെ വരും. അപ്പോൾ നമ്മളെ പിള്ളേരെല്ലാം കൂടെ മഴ സമയത്ത് ഇവിടെ ഇറങ്ങി പരലും എല്ലാം പിടിക്കും. ക്ലാസ്സിൽ പലപ്പോഴും ഞാൻ ഇറങ്ങിയിട്ടില്ല, ഞാൻ ഇവിടെ നിന്ന് കാലിൽ നനച്ച് പോകത്തില്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ നമ്മളെ ഓട്ടിക്കും. അതുകൊണ്ട് നമ്മൾ വരാറില്ല. ജസ്റ്റ് ഇൻ്റർവെൽ സമയത്തൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് കാലിൽ നനച്ചിട്ട് ഓടത്തേ ഉള്ളൂ. ഓരോരുത്തന്മാർ വന്ന് ഇവിടെ വെള്ളത്തിൽ ചാടും, കുളിച്ചിട്ട് വീഴും. എന്നിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ പറയും, സാറേ അവ എന്നെ തള്ളിയിട്ട് ഞാൻ വെള്ളത്തിൽ വീണ്, ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടി അടുത്തവൻ ചാടി, അങ്ങനെ മറ്റവൻ ചാടി എന്ന് പറഞ്ഞ് 5-6 പേര് ഒരുമിച്ചായിരിക്കും എല്ലാവരും കൂടെ ചാടിയാണ് ക്ലാസ്സിൽ എത്തുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. സാഹചര്യങ്ങളൊക്കെ ക്ലാസ് റൂമിൽ അടിയും ബഹളമൊക്കെ ആയിട്ട് പിള്ളേരെ ക്ലാസ്സിന് പുറത്ത് നിർത്തും. കണ്ടേ വസു ഇവിടെ മക്കളെ സൂക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ. ഇപ്പം പഴയതിനെക്കാട്ടിയും ഒരുപാട് മാറി കാര്യം. ഇവിടെ ഇതുവഴിയായിരുന്നു പണ്ട് നമ്മൾ ഇങ്ങനെ ഇതുവഴി ഇറങ്ങി നടന്ന് കായലോർത്ത് നടന്നാണ് നമുക്ക് കാപ്പിൽ ക്ഷേത്രം വരെ പൊക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ആ റോഡ് വന്നതിന് ശേഷം ആരും വരെ ഇറങ്ങില്ല, വെള്ളം കാടാ. സ്കൂളിലെ പിള്ളേരെല്ലാം ഇതുവഴിയാണ് വന്നുകൊണ്ടിരുന്നത്, പഠിക്കുന്ന പിള്ളേരും. എനിക്ക് അച്ഛൻ്റെ കൂടെ വാ പഠിക്കാൻ. ഇപ്പം നമ്മുടെ പശുവിനൊക്കെ കെട്ടുന്ന സ്ഥലമായി, കാട് പിടിച്ച് കിടക്കി തന്നെ പോച്ചയും കയറി കുത്തുവോ ഇങ്ങോട്ടാ പോച്ചയൊക്കെ സൂക്ഷിച്ചോട്ടണം മക്കളെ. പേടിയാണ് ഇവരെ കൊണ്ടുവരാനേ, ഇല്ല പാമ്പും കയറി കിടന്നാൽ അറിയില്ല. ഇപ്പോൾ രാവിലെയൊക്കെ വന്നാൽ മയിലിനെ കാണാം കേട്ടോ ബസ് ഇവിടെ. ഇപ്പോൾ ഉണ്ടാകും, നേരത്തെ മയിലിൻ്റെ കരച്ചിൽ കേട്ടല്ലോ ഇവിടെ. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പോലും ആദ്യത്തെ അവസ്ഥയാണ്. ഫുള്ള് തൊളിയും വെള്ളമൊക്കെ ആയിട്ട് കിടക്കുക, അങ്ങോട്ട് പോകണ്ട. എന്നിട്ട് ഇതുവഴി നടന്ന് ഇങ്ങനെ പോകാമായിരുന്നു, അതായിരുന്നു. ഇപ്പം നോക്കേ, ഇപ്പം എല്ലാവരും ഞൊടിയിടയിൽ എല്ലാ കാര്യം നടക്കണം അല്ലേ? നടക്കാനും വയ്യ, ഓടാനും വയ്യ. എല്ലാവരും വണ്ടിയിലും ആട്ടോയിലൊക്കെ പോയി ഞാൻ ഉൾപ്പെടെ കാലുവേദന, മുട്ടുവേദന, പരുവേദന എല്ലാം ഉണ്ട്. മൊത്തം കുപ്പിയും പാട്ടയും വേസ്റ്റും. ശുചിത്വ കേരളം എന്നാണ് പറയുന്നത്. ശുചിത്വ കേരളം ഇല്ല, എല്ലാം പാക്ക് ചെയ്ത് റോഡിലെറിയുക, അതാണ് ശുചിത്വ കേരളം. അതാണ് പരിപാടി. വെള്ളം അടിച്ചിട്ട് അണ്ണന്മാർ ഹൈനിക്കൻ്റെ ബീർ ഉപ്പിയിരിക്കുന്നത്. ഹായ് മാമാ, ഇന്ന് ഓണമല്ലേ, ഇന്ന് വണ്ടി പോയാലോ, ഇന്ന് നടക്കാൻ വെച്ച്. ഹാപ്പി ഓണം. ചെറിയൊരു വീഡിയോ എടുപ്പ് നമ്മളെ മാവനാണ്, തിരിഞ്ഞില്ല വെട്ടം കാണട്ടെ. ഓക്കെ, എങ്ങനെയുണ്ട്? ഞാൻ പൂ പറിക്കാൻ വന്നാ അവിടെ ഇവിടെ. ആ, നമ്മള് യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ഇടും. കുഴപ്പമൊന്നുമില്ലേ? പ്രശ്നമൊന്നുമില്ല? ഭാര്യ അടിക്കൊണ്ടാക്കൂല്ലേ? മാവ് നടക്ക എല്ലാ ദിവസവും വൈകിട്ട് കാപ്പിൽ വരെ പോവും, എന്നിട്ട് തിരിച്ചു വരും. ഞാൻ പൂ പറിച്ചിട്ടാണ്. സുഖമല്ലേ? സുഖം. നബീനായിട്ട് നബീദിന്റെ ഓണമൊക്കെ എല്ലാം ഒരു ദിവസമാണ് ഈ വർഷം അല്ല, ഒരുപാട് വർഷം വന്നിട്ടുണ്ട്. എന്റെ ഓർമ്മയിലില്ല. നമ്മൾ കൊച്ചാൾക്കാരാണ്. പോട്ടാ. ഓ, സുഖമല്ലേ? പോട്ടെ. അപ്പം പൂ പറിച്ചിട്ട് വരണ്ടേ? അത് നിറച്ച് പിടിച്ച് പോണ്ട്, നിറയെ കാണാം. ആ മുത്തച്ഛ വരുന്നേ എന്താ പൂവോടെ നിറയെ പിടിച്ചുകൊണ്ട് അവർ കയറ്റ് കൂട്ടിയിരിക്കുന്നവർ എത്തിയിട്ടില്ല. മുത്തച്ഛ വാ, ഓണമൊക്കെ വന്നാ മുത്തച്ഛ, ഓണമൊക്കെ വന്നാ വിഷമിക്കണ്ട. അതാണ് നമ്മളെ മുത്തച്ഛ. ഇതാണ് നേരത്തെ പറഞ്ഞ നമ്മൾ ലുലു മാളിൻ്റെ മുരളിയായിരുന്നു പഴയ, അല്ലേ മുത്തച്ഛ? പഴയ ലുലു മാളിൻ്റെ മുരളിയായിരുന്നു ഇവിടുത്തെ നമ്മളെ
അതിനെപ്പറ്റി കഥ പറയായിരുന്നു നമ്മളെ. വലിയമ്മ മരിച്ചിട്ട് ഒരു വർഷമായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ് മുത്തച്ഛൻ്റെ അവിടെ വീടിൻ്റെ അപ്പുറത്താണ് ആ തോട്ടം കാണാം. അപ്പോൾ പൂ പറിക്കാതെ ആളെത്തിയില്ല. പിന്നെ ശ്രുതിയും പോയാ? ശ്രുതി ഫോണായിട്ട് സേവ് ചെയ്തില്ല. ഇന്ന് പോകണം. ഭക്ഷണം ചോറ കഴിച്ചാ? ഇല്ല, ഞാൻ ഇവിടെ സ്വപ്നം നേരത്തെ കഴിച്ച് ദേശം മണ്ണെണ്ണ എടുത്തു കഴിഞ്ഞു നമ്മൾ. ഇപ്പോൾ പൂ പറിക്കാൻ ആളുകൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പൂന്തോട്ടം. ഹായ് വസ. മഞ്ഞ ആവശ്യമുള്ള മേടിച്ചോ കേട്ടാ. പൂക്കൾ പൂന്തോട്ടം ഇതാണ്. ഏകദേശം ഒരുപാട് പറിച്ച് കഴിഞ്ഞു. ഇനി കുറച്ചേ ഉള്ളൂ. എന്നാലും കുറച്ചൊന്നല്ല, അത്യാവശ്യം ഉണ്ട് കേട്ടാ. അടിപൊളിയല്ലേ? നമ്മളെ കാപ്പ് സ്കൂളിൻ്റെ പുറകോശമാണ് കേട്ടോ. സ്കൂൾ കാണാം. പുറകോശത്താണ് പൂന്തോട്ടം. അത്തട്ടേകളത് പറഞ്ഞത് മാറിപ്പോയി. അത്തതല്ല, പൂന്തോട്ടമാണ്. അസിസ്റ്റൻ്റ് ആയാന്ന്. ഇപ്പം എല്ലാം ഇന്ന് ഫിനിഷ് ആവത്തില്ല. നാളത്തേക്കും ഇനി ഉണ്ടല്ലോ, ഒരുപാട് ഇരിക്കല്ലേ. അപ്പോൾ അങ്ങനെ പൂ അടിച്ചിട്ട് പോകാൻ പോവുകയാണ്. വാടാ. അപ്പം നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിശ്വാസത്തോടെ നമ്മളെ വീഡിയോ നമ്മൾ പോവുകയാണ്. ടാറ്റ പറ. ടാറ്റ. ബൈ ബൈ. നമ്മളിവിടെ തറയിൽ കിടന്ന് അരിയെ പൂ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി അതിന്റെ വിത്തെടുത്തിട്ടാണോ? വിത്തെടുത്ത് അത് അടച്ചെടുക്കാനും നമ്മൾ മോട്ടിച്ചിട്ട് പോവല്ല അല്ലേ? പോവാം നമുക്ക്. ബൈ. ടാറ്റ.